ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. സ്വർണത്തിന് അനുദിനം വില കുതിച്ചുയരുകയാണ്. അതേസമയം ഓഹരി വിപണിയിലാണെങ്കിൽ ഉയർച്ചയും താഴ്ചയുമൊക്കെ നിത്യസംഭവമായി അതങ്ങനെ നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ ഓഹരികളിൽ പണം മുടക്കുന്നതാണോ കൂടുതൽ നേട്ടം നൽകുക, അതോ സ്വർണത്തിൽ പണം മുടക്കുന്നതാണോ കൂടുതൽ ആദായകരം എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം സ്വർണത്തിൽ പണം നിക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ ഒന്ന് വിശദീകരിക്കാം. സ്വർണത്തിന് അനുദിനം എന്നോണമാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നത്. അതുതന്നെയാണ് സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടവും. ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് കാരണം ആഭരണങ്ങളോടുള്ള പ്രിയമാണ്. ആഭരണങ്ങൾക്കുള്ള പ്രിയം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വർണത്തിനുള്ള ഡിമാൻഡും എക്കാലത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഈ ടെക് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന, അതായത് സാങ്കേതിക വ്യവസായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ, LED-കൾ, 3D സെൻസറുകൾ, പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള അവയുടെയൊക്കെ നിർമ്മാണത്തിന് പിന്നിൽ സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിസ്കോപ്പുകൾ മുതൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വരെയുള്ളവയ്ക്ക് പിന്നിലും ഈ സ്വർണത്തിൻ്റെ ഉപയോഗമുണ്ട്. അതുപോലെ വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക്, അതുപോലെ ജലശുദ്ധീകരണത്തിന് ഒക്കെ തന്നെ ഈ സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടെക് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസംസ്കൃത പദാർത്ഥം എന്ന് സ്വർണത്തെ നമുക്ക് വിളിക്കാം. ജപ്പാനിലെ ഇലക്ട്രോണിക് വ്യവസായം മാത്രം പ്രതിവർഷം 150 ടൺ സ്വർണമാണ് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അതായത് ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ ഏതാണ്ട് 10% ഈ ടെക് ഇൻഡസ്ട്രിയുടെ ഉപയോഗത്തിനുള്ളതാണ്. അത്രയ്ക്ക് പ്രാധാന്യം സ്വർണത്തിനുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഗോൾഡ് ETF-കളാണ്. അതായത് സ്വർണത്തിൽ അധിഷ്ഠിതമായ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, അവയിൽ ഇപ്പോൾ വരിക്കാരാകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർധനയ്ക്ക് വലിയ തോതിൽ സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവാരത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഏകദേശം 77,000 രൂപയാണ് ഒരു പവൻ്റെ, അതായത് 8 ഗ്രാം സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് നമ്മുടെ വിപണി, കേരളത്തിലെ വിപണിയിൽ. ഇത് അധികം താമസിയാതെ തന്നെ ഒരു 85,000 രൂപ നിലവാരത്തിലേക്ക് എത്തുമെന്നാണ് ഈ സ്വർണ്ണ വിപണി നിരീക്ഷിക്കുന്ന ആളുകളുടെ അഭിപ്രായം. അത് ഒരു വർഷത്തിനുള്ളിൽ ഒരു പവന് 1,00,000 രൂപ വരെ ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെയാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം. എന്നാൽ ഈ സ്വർണത്തിലുള്ള ഈ നിക്ഷേപത്തിന് ചില പോരായ്മകളുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾക്കിപ്പോൾ ഓഹരി വിറ്റ് ഉടൻ പണം കൈ കിട്ടുന്നത് പോലെ നമുക്ക് സ്വർണം വിറ്റിട്ട് ഉടൻ പണം കിട്ടുക എന്നുള്ളത് പലപ്പോഴും നടക്കുന്ന കാര്യമല്ല. പല ആഭരണശാലകളും സ്വർണം തിരികെ വാങ്ങിക്കില്ല. സ്വർണം തിരികെ എടുത്താലും പകരം അവർ ആഭരണങ്ങളായിട്ട് മാത്രമേ നൽകൂ, പണമായിട്ട് നൽകില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ സ്വർണ്ണ നിക്ഷേപത്തിനുണ്ട്. മറ്റൊന്ന്, സ്വർണം സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്വർണം മോഷണം പോകാം, കള്ളന്മാർ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾക്ക് മുതൽ മുഴുവൻ നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ ഇതും സ്വർണത്തിൻ്റെ പോരായ്മയാണ്. ഇനി ഓഹരികളുടെ, അതായത് സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കാമെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ദിവസം പ്രതി എന്നോണം നിക്ഷേപകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കണക്കിന് എടുക്കാമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 20 കോടിയിലേറെ ആളുകൾ, നിക്ഷേപകർ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്തിട്ട് അവർ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഭീമമായ ഒരു ജനാവലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ന് മാത്രമല്ല, ഇവരുടെ എണ്ണം ഇങ്ങനെ അനുദിനമെന്നോണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു വികാസ പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇന്ത്യ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെന്ന് IMF, അതുപോലെ തന്നെ ലോക ബാങ്ക്, അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന റേറ്റിംഗ് ഏജൻസികൾ ഇവയൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ സ്ഥിതിക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന FII എന്ന് പറയുന്നത്, ഇവ കൂടുതലായി ഇന്ത്യയിലെ വിപണിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതയും നമ്മുടെ വിപണിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാമ്പത്തിക സാക്ഷരത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നതും
ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നതിലൂടെ ആളുകൾ ഈ പല നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകുന്നതുകൊണ്ട് ഇവയെ താരതമ്യപ്പെടുത്തുകയും ഓഹരി വിപണിയിലേക്ക് പണം മുടക്കാൻ തയ്യാറായി വരികയും ചെയ്യുന്നു. മറ്റൊന്ന്, പണ്ടൊക്കെ ആണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്, ഒരു ഊഹക്കച്ചവടമാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ഒരു ഊഹക്കച്ചവടമല്ല, ഏത് വ്യാപാര രംഗത്തും ഉള്ള പോലെയുള്ള ഊഹക്കച്ചവടം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആ ഒരു വേർതിരിവ് നിക്ഷേപകർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സ്റ്റോക്കുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓഹരി വിപണിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇടപാടുകളും എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കർശനമായ നിയന്ത്രണത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തട്ടിപ്പുകൾക്കും മറ്റ് രീതിയിലുള്ള പ്രയാസങ്ങൾക്കൊന്നും തന്നെ വലിയ സാധ്യത നമ്മുടെ വിപണിയിൽ ഇല്ല. ഇതും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് നമുക്ക് വലിയ തോതിൽ പ്രേരണയാകുന്നുണ്ട്. പിന്നെ സുതാര്യതയാണ്. എല്ലാ ഇടപാടുകളും വളരെ സുതാര്യമാണെന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ വാങ്ങുന്ന വില നമുക്കറിയാം, നമ്മൾ വിൽക്കുന്ന വില നമുക്കറിയാം, പണം കിട്ടുന്ന തീയതി നമുക്കറിയാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യതയുണ്ട്. കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, അതും സുതാര്യമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള അനേകം മാർഗ്ഗങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇതിനൊക്കെ പുറമെ SIP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിൽ അംഗങ്ങളാകുന്ന ആളുകൾ അനേകമുണ്ട്. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നടപ്പാക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പണത്തിൻ്റെ നല്ല പങ്കും ഓഹരികളിലാണ് നിക്ഷേപിക്കുന്നത്. ഇതും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാവി സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനം സ്റ്റോക്കിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് വീട്ടിലിരുന്നോ ഏത് സ്ഥലത്തിരുന്നും ഓഹരികൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു മെച്ചവും സ്റ്റോക്ക് നിക്ഷേപത്തിന്, ഓഹരി നിക്ഷേപത്തിന് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റോക്കും നിക്ഷേപവും സ്വർണ്ണ നിക്ഷേപവും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ രണ്ടും നല്ലതാണെന്ന് തന്നെ പറയണം. സ്വർണം നല്ലതാണ്, പക്ഷേ അതിനേക്കാൾ ആദായകരം ഓഹരികളാണ്. പക്ഷേ നഷ്ടസാധ്യത അതിൽ കൂടുതലാവാം എന്ന് മാത്രം. ഇത് രണ്ടും വേണ്ടതാണെന്നുള്ള സ്ഥിതിക്ക് സ്വർണത്തിലും സ്റ്റോക്കിലുമായിട്ട് നമ്മൾ നിക്ഷേപം ക്രമീകരിക്കുന്നതാണ് ഉത്തമം. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ രണ്ടിലും നമ്മൾ ഏകദേശം തുല്യമല്ലെങ്കിൽ പോലും രണ്ടിലുമായിട്ട് നമ്മൾ പണം നിക്ഷേപിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഓഹരി വിപണിയിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ, അതിനൊന്ന് ഹെഡ്ജ് ചെയ്യാൻ നമുക്ക് ഈ സ്വർണത്തിലെ നിക്ഷേപം നമുക്ക് സഹായകമാവും. അതുകൊണ്ട് രണ്ടും നല്ലതാണ്. രണ്ടിലും നിക്ഷേപിക്കുക. കൂടുതൽ ഓഹരികളിലും സ്റ്റോക്ക് മാർക്കറ്റിലും കുറച്ച് തുക സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും അഭികാമ്യം.